السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. صدق الله مولانا العظيم. كل ميسر لما خلق له صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. നമ്മിൽ നിന്നും സംഭവിച്ചുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അർഹമുർറാഹിമായ നാഥൻ നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളായ മുഹിബ്ബീങ്ങളായ മഹാഭാഗ്യവാന്മാർ അവരുടെ കൂട്ടത്തിൽ പാപികളായ പാവപ്പെട്ടവരായ നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ജീവിതത്തിന് ലക്ഷ്യം കാണുന്ന, ദുന്യാവിലും ആഖിറത്തിലും സമാധാനം ലഭിക്കുന്ന, മനസ്സുകൊണ്ട് ഏത് സമയത്തും റബ്ബിലേക്ക് നോക്കുന്ന ഈമാനികമായ ഉന്നതമായ മഖാം അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനിന് കളങ്കം പറ്റുന്ന, ഈമാനിക വെളിച്ചത്തിന് ശക്തി കുറക്കുന്ന സകലമാന ദുസ്വഭാവങ്ങളിൽ നിന്നും റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളും അല്ലാഹു തരുന്നത് പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ അല്ലാഹു അർഹമായ പ്രതിഫലവും പിടിച്ചു നിൽക്കാനുള്ള തോക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗീയ സുഖം അവർക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ജന്നത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരായി അവരെയും നമ്മെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി അവന്റെ വിധിയിലുള്ള സംതൃപ്തി ഏറെക്കുറെ വിശദീകരിച്ച് പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞു. വിധിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും ആ പറയലിനും കേൾക്കലിനും പറഞ്ഞു കേട്ട് മനസ്സിലാക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്ന വസ്തുത കഴിഞ്ഞയാഴ്ച നിങ്ങൾ മനസ്സിലാക്കി കാണും. അത് അല്ലാഹുവിൻ്റെ ഒരു സിറാകുന്നു. ആ സിറിൽ നിന്ന് മഹാരഥന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, കറകളഞ്ഞ മുഅ്മിനീങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന അത്ര അവർ ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു എന്നല്ലാതെ പറഞ്ഞും പഠിപ്പിച്ചും മനസ്സിലാക്കേണ്ട ഒരു മേഖലയല്ല അല്ലാഹുവിൻ്റെ ഖളാ ഖദർ. അത് അനുഭവജ്ഞാനമാണ്. അനുഭവജ്ഞാനം പലതും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലും പഞ്ചസാരയുടെ രുചിയറിയാത്ത ഒരു മനുഷ്യൻ അവനോടെങ്ങനെ പഞ്ചസാരയുടെ രുചി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? അത് അനുഭവത്തിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. മിനിമം മുഅ്മിനീങ്ങളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് പാസ് മാർക്കിന് വേണ്ട യോഗ്യത അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിയും മനുഷ്യർക്ക് അല്ലാഹു നൽകിയ കർമ്മ സ്വാതന്ത്ര്യവും രണ്ടും സത്യമാകുന്നു. പരിശുദ്ധ ഖുർആൻ അറിയിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളാകുന്നു. അതുകൊണ്ട് വിധിയുടെ ഭാഗം മാത്രം പഠിച്ചിലാക്കിയും പറഞ്ഞും വിധിയെക്കുറിച്ച് മാത്രം ഗ്രഹിച്ച് മനുഷ്യന്റെ കർമ്മ സ്വാതന്ത്ര്യം അവഗണിക്കാനോ നിഷേധിക്കാനോ സത്യവിശ്വാസിക്ക് പാടില്ല. മനുഷ്യന്റെ കർമ്മ സ്വാതന്ത്ര്യം മാത്രം പഠിച്ചും മനസ്സിലാക്കിയും ഗ്രഹിച്ചും അള്ളാഹുവിന്റെ വിധിയെ എതിർക്കുന്ന അവസ്ഥയിലും എത്തിപ്പെടാൻ പാടില്ല. രണ്ടും അള്ളാഹു നമുക്ക് പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളാകുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, പ്രവാചക ശിഷ്യന്മാരിൽ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്ക് ആരൊക്കെയാണുള്ളത്, നരകത്തിലേക്ക് ആരൊക്കെയാണുള്ളത് എന്ന് വ്യക്തമല്ലേ? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മെമ്പർമാരുടെ കാര്യം തീരുമാനിക്കപ്പെട്ടതല്ലേ? അതിന് ഇനി മാറ്റം വരില്ലല്ലോ. അത് അള്ളാഹുവിന്റെ മുൻവിധിയും നിശ്ചയവുമാണല്ലോ. കാര്യം അങ്ങനെയാണെങ്കിൽ ഹബീബേ, എനിക്കൊരു സംശയമുണ്ട്. സ്വഹാബിയുടെ ചോദ്യം സംശയ നിവാരണം. സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫഫീമ യഅമലുൽ ആമിലൂൻ, ഫഫീമ യഅമലുൽ ആമിലൂൻ, നമുക്കിടയിൽ ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് അവർ നമസ്കരിക്കുന്നത്? എന്തിനാണ് അവർ ക്ലേശകരമായ ജിഹാദിന് വരുന്നത്?
എന്തിനാണവർ അവരുടെ ധനം ദുന്യാവിൽ ഉപയോഗിച്ച് സുഖിക്കാതെ പാരത്രിക നേട്ടത്തിനും സ്വർഗീയ സുഖത്തിനും വേണ്ടി അവർ അവരുടെ ധനം എന്തിനാണ് വിനിയോഗിക്കുന്നത്? ഫഫീമ യഅമലുൽ ആമിലൂൻ, അമൽ ചെയ്യുന്ന ആളുകൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? കാര്യം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വഹാബിയുടെ ചോദ്യത്തിനു മറുപടിയായി ലോകത്തിന്റെ ഗുരു പറഞ്ഞത് നമുക്കും ഇന്നും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും മനസ്സമാധാനത്തിനും പര്യാപ്തമായ മറുപടിയാണ്. അവിടുന്ന് പറഞ്ഞത്, സഹോദരാ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. റബ്ബിന്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ ഖലാ ഖദറിനെ കുറിച്ചും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തിനാണ് അമൽ ചെയ്യുന്നവർ ക്ലേശിക്കുന്നത്, എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ. കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ഈ അധ്വാനിക്കുന്ന ആളുകളുടെ അധ്വാനം, ആരാധന നടത്തുന്ന ആളുകളുടെ ആരാധനയും പരിശ്രമവും ബുദ്ധിമുട്ടും കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ഏതൊന്നിനു വേണ്ടിയാണോ അവർ പടക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, ഏതൊന്നാണോ അവരുടെ കാര്യത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, സ്വർഗമാകട്ടെ നരകമാകട്ടെ, ആ തീരുമാനിക്കപ്പെട്ടതിലേക്ക് അവന്റെ കാര്യങ്ങൾ എളുപ്പമായി വരും. അതുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ, നന്മ ചെയ്യുന്ന ആളുകൾ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നടന്നു വരുന്നത്. കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ആ സ്വർഗത്തിലേക്ക് നടന്നു വരുന്നതാണ് ആ കാണുന്നത്. അമല് ചെയ്യാതെ മാറി നിൽക്കുന്നവരോ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. നരകത്തിന് വേണ്ടിയാണ് അവൻ പടക്കപ്പെട്ടതെങ്കിൽ ആ നരകത്തിലേക്കുള്ള വഴിയാണ് അവന്റെ മുന്നിൽ എളുപ്പമാവുകയും അവൻ നടന്നു നീങ്ങുന്നത് ആ വഴിയിലൂടെയായിരിക്കും. അതുകൊണ്ട് എന്തിനാ അധ്വാനം, എന്തിനാ അമൽ എന്ന ചോദ്യം അപ്രസക്തമാണ്. ആ അമൽ തന്നെ ലക്ഷണമാണ്, ആ അമൽ തന്നെ തെളിവാണ്. ഇവൻ സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ട വ്യക്തിയാണെന്നതിന് വ്യക്തമായ തെളിവാണ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിധിയുടെ കാര്യം പറഞ്ഞിട്ട് വിധിയിൽ തെറ്റിദ്ധരിച്ചിട്ട് പ്രാർത്ഥനയിൽ നിന്ന് ആരും തന്നെ മാറി നിൽക്കരുത്. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തിന്മയിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും മാറി നിൽക്കുകയും വേണം. എന്തിനധികം തിന്മയുടെ സാഹചര്യങ്ങൾ, തെറ്റുകുറ്റങ്ങളിലേക്ക് മാടി വിളിക്കുന്ന പശ്ചാത്തലങ്ങൾ, സാഹചര്യങ്ങൾ, അതിൽ നിന്ന് മുഅ്മിനീങ്ങൾ വിട്ടു നിൽക്കുകയും ഒഴിഞ്ഞു നിൽക്കുകയും വേണം. മുഹിബ്ബീങ്ങൾ അങ്ങനെയായിരിക്കും. അള്ളാഹ് ഇഷ്ടമില്ലാത്തത് ചെയ്യൂലെന്ന് മാത്രല്ല, ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് തന്നെ അവർ പോകൂല, ആ മേഖലയിലേക്ക് തന്നെ പോവില്ല. ചില ആളുകൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, ചില ആളുകൾക്ക് ഇവിടെയും അബദ്ധം പറ്റി. അവർ പറഞ്ഞു, മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് മുഹിബ്ബായ മുത്തഖി മാറിപ്പോകേണ്ടതില്ല, മോശപ്പെട്ട നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടതില്ല. എന്തുകൊണ്ട്? പകർച്ചവ്യാധി പടർന്നു പിടിച്ച നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു നാട്ടിൽ ആകെ വ്യാധി വ്യാപിച്ചു, പകർച്ചവ്യാധി രോഗം വന്നു, ആ നാട്ടിൽ നിന്ന് പുറത്തേക്കാരും തന്നെ ഓടിപ്പോകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ വേണ്ടത്? അവിടെ തന്നെ ക്ഷമിച്ചും സഹിച്ചും വിധിയിൽ പൊരുത്തപ്പെട്ടും ആ നാട്ടിൽ തന്നെ അവിടെയുള്ളവർ കഴിഞ്ഞുകൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോ മോശം സാഹചര്യങ്ങൾ, കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും തെമ്മാടിത്തരങ്ങളും നിറഞ്ഞ പ്രദേശം, നാട്, ആ നാട്ടിൽ നിന്നാരും തന്നെ പുറത്തു കടക്കാൻ പാടില്ല. അവിടത്തെ സാഹചര്യങ്ങളിൽ ജിഹാദ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടണം എന്നല്ലേ അതിൽ നിന്ന് വരുന്നത്. ഈ ഖിയാസ്, തുലനം ചെയ്യൽ വാസ്തവ വിരുദ്ധമാണ്. ഈ ജൽപ്പനം അബദ്ധമാണ്. രോഗികൾ രോഗം പടർന്ന നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് പറയാൻ കാരണം എന്താ? വിധിയിൽ നിന്ന് ഒളിച്ചോട്ടമുള്ളത് കൊണ്ടല്ല,
ഒരു നാട്ടിൽ പകർച്ചവ്യാധി വ്യാപിച്ചാൽ അവിടെ നിന്ന് ആ നാട്ടുകാർ പുറത്തു പോകരുതെന്ന് പറയാൻ കാരണം എന്താ? ഖളാ ഖദറിൽ നിന്ന് ഓടരുത് എന്ന അർത്ഥത്തിലല്ല. ലൗ ഫുതിഹ ഹാദൽ ബാബു, പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് രോഗം ബാധിക്കാത്ത ആളുകൾക്ക് പുറത്തു പോകാമെന്ന അനുവാദം ശറഅ് ഇസ്ലാം നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോകണമെന്ന നിർദ്ദേശം ഇസ്ലാം നൽകിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ലർതഹല അൻഹുൽ അസിഹ വബഖിയ ഫീഹിൽ മർലാ. ആരോഗ്യമുള്ള ആളുകൾ, രോഗം ബാധിക്കാത്ത എല്ലാ ആളുകളും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകും. വബഖിയ ഫീഹിൽ മർലാ, അവിടെ വെറും രോഗികൾ മാത്രം ബാക്കിയാകും. അവരുടെ ഭക്ഷണ കാര്യമോ മരുന്നിന്റെ കാര്യമോ ശുശ്രൂഷയുടെ കാര്യമോ ശ്രദ്ധിക്കാൻ ആളില്ലാതെ ആ നാട്ടിലുള്ള രോഗികൾ കഷ്ടപ്പെട്ട് മരിച്ചു പോകാനും വ്യാപകമായ നാശം ആ നാട്ടിലുണ്ടാകാനും സാധ്യതയുള്ളത് കൊണ്ട് അവിടെ രോഗം ബാധിക്കാത്തവർ പോകരുത് എന്ന് ശറഅ് പഠിപ്പിച്ചു. മാത്രല്ല, രോഗം പടർന്നു പിടിച്ച നാട്ടിൽ നിന്ന് രോഗം പിടിപെടാത്ത ആൾ പുറത്തു പോയാൽ രോഗാണുക്കൾ അവന്റെ ശരീരത്തിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടം കൊണ്ടും പുറത്തു പോകൽ കൊണ്ടും കാര്യമില്ല. പുറത്തേക്ക് പോയാലും നേരത്തെ അവന്റെ ശരീരത്തിൽ, അവന്റെ പ്രകൃതിയിൽ അവന്റെ ശരീരത്തിൽ കടന്നു കയറിയ വൈറസുകൾ പുറത്ത് നാട്ടിൽ ചെന്നാൽ രോഗമുണ്ടാക്കും. രോഗമില്ലാത്ത നാടിനത് ഭീഷണിയുമാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മോശം സാഹചര്യങ്ങൾ, തെമ്മാടിത്തരങ്ങളിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങൾ, തിന്മയിലേക്ക് പ്രചോദനം നൽകുന്ന അവസരങ്ങൾ, അതൊക്കെയുള്ള നാട്ടിൽ നിന്ന് പുറത്തു പോകൽ മുഹിബ്ബിനൊരിക്കലും അവന്റെ മഹബ്ബത്തിന് തടസ്സമാവുകയോ അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ പൊരുത്തപ്പെടുന്നതിന് തടസ്സമാവുകയോ ചെയ്യില്ല എന്ന് മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത മുഅ്മിനീങ്ങൾ, തിന്മയുടെ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്തവർ, തിന്മയിലേക്ക് മാടി വിളിക്കുമ്പോ സാഹചര്യങ്ങൾ അവനെ വിളിക്കുമ്പോ അതിൽ ചെന്ന് വീഴുന്ന മനുഷ്യൻ, ആ സാഹചര്യത്തിൽ നിന്നും ആ നാട്ടിൽ നിന്നും നിർബന്ധമായി മറ്റു പ്രദേശങ്ങളിലേക്കോ നാടുകളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ മാറി നിൽക്കണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു. മുൻഗാമികൾ പലരും അങ്ങനെയായിരുന്നു. മോശം സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടോ, തൽക്കാലം അവിടുന്ന് മാറി നിൽക്കുക. നമ്മുടെ പട്ടണത്തിലുണ്ടോ, തൽക്കാലം അവിടുന്ന് മാറി നിൽക്കുക. നമ്മുടെ കടയിലുണ്ടോ, തൽക്കാലം അവിടുന്ന് മാറി നിൽക്കുക. കരുത്തുള്ള മനുഷ്യനാണെങ്കിൽ അവിടെ മുജാഹദയ്ക്ക് അവൻ സമർത്ഥനും, ഈമാനികമായ പവറുള്ള മനുഷ്യനാണെങ്കിൽ അവന് ഔല, ഉത്തമം അതാണ്. പക്ഷേ എനിക്കെന്നെ വിശ്വാസമില്ല, ഞാൻ അവിടെ വഴുതി വീഴും, എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധ്യതയില്ല എന്ന് ബോധ്യമുള്ള മനുഷ്യൻ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് മാതൃകായോഗ്യരായ മഹാരഥന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദ്, അക്കാലത്തെ ഉരുണ്ട ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലമായിരുന്നു ബഗ്ദാദ്. ജ്ഞാനികൾ പറഞ്ഞു, മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാൻ കിഴക്കൻ നാടുകൾ ചുറ്റിക്കറങ്ങി കണ്ടു, വെസ്റ്റേൺ കൺട്രി, പടിഞ്ഞാറൻ നാടുകൾ മുഴുവൻ ഞാൻ നടന്നു കണ്ടു. ബഗ്ദാദിനെ പോലെ നാശം പിടിച്ച ഒരു നാട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടേയില്ല. ഇബ്നുൽ മുബാറക് റഹിമഹുല്ല ഇത് സമൂഹത്തോട് പറഞ്ഞപ്പോ കേട്ടുനിന്നിരുന്ന ആളുകൾ ചോദിച്ചു, അല്ലയോ അഭിവന്യ ഗുരു, എന്തുകൊണ്ടാണ് ബഗ്ദാദിനെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത്? ആ മഹാനായ ജ്ഞാനി പറഞ്ഞത് എന്തറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഗ്ദാദിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുത്തിട്ടുണ്ട്. യൂഫ്രട്ടീസും ടൈഗ്രീസും ഉൾക്കൊള്ളുന്ന പ്രദേശം, പ്രകൃതി രമണീയമായ മേഖല, സർവോപരി ഇന്ന് നാം കാണുന്നുണ്ടല്ലോ ഭൂമിക്കടിയിൽ പൊന്നും എണ്ണയും വിളയുന്ന ലോകരാഷ്ട്രങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു രാഷ്ട്രമാണ് ഇന്നും ഇറാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുത്തു. പക്ഷേ ആ നാട്ടുകാർക്ക് ആ അനുഗ്രഹം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ നന്ദിയില്ലാത്ത തെമ്മാടികളായി മാറി.
ബഗ്ദാദിലെ ജനങ്ങൾ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് യാതൊരു മടിയുമില്ല. ഹറാം അവർക്ക് വിഷയമേ അല്ല. ഇതാണ് ഇന്നത്തെ ബഗ്ദാദിന്റെ അവസ്ഥ. വർത്തമാനകാലത്തെ ദുബൈ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം, അല്ലേ? മതേതര രാഷ്ട്രമായ നമ്മുടെ ഭാരതത്തിലുള്ള നിയമങ്ങൾ പോലും, ഈ ഭാരതത്തിലുള്ള നിയന്ത്രണം പോലും അറബി രാജ്യമായ, അല്ലേ, ദുബൈക്കില്ല. എല്ലാ തോന്നിയാസവും ചെയ്യാൻ നിയമമുണ്ട്. നിയമം കടലാസിലെ പുലിയായി അവശേഷിക്കാൻ. ദുബൈയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, നല്ല ഹിമ്മത്തില്ലാത്തവൻ അല്ലെങ്കിൽ അള്ളാന്റെ തൗഫീഖ് കിട്ടാത്തവൻ പെട്ടുപോകും ഉസ്താദേ, പെട്ടുപോകും. അതാണ് അവിടത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവഗണിക്കുകയും അതിനർഹമായ ശുക്ർ ചെയ്യാതെ ഹറാമിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് ബഗ്ദാദിലുള്ളത്. അതുകൊണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശർറായ നാട്, മോശപ്പെട്ട പ്രദേശം ബഗ്ദാദാണെന്ന് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ. വലമ്മാ ഖദിമ ഖുറാസാൻ, ഖുറാസാൻ പട്ടണത്തിൽ ഇബ്നുൽ മുബാറക് എത്തിയപ്പോ ഖീല ലഹു, ആ ജ്ഞാനിയോട് ജനങ്ങൾ ചോദിച്ചു, കൈഫ റഅയ്ത ബഗ്ദാദ്, കുറച്ചുനാൾ ബഗ്ദാദിൽ തങ്ങിയല്ലോ, എങ്ങനെയുണ്ട് അവിടുത്തെ അനുഭവങ്ങളൊക്കെ, എങ്ങനെയുണ്ട് അവിടുത്തെ അനുഭവങ്ങൾ? ഖാല മാ റഅയ്തു ബിഹാ ഇല്ലാ ശുർതിയൻ ഗൽബാന ഔ താജിറൻ ലഹ്ഫാന ഔ ഖാരിഅൻ ഹൈറാന. ഞാൻ അവിടെ കണ്ടത് 3 ഗ്രൂപ്പിനെയാണ്. ബഗ്ദാദിൽ ഞാൻ തങ്ങി കുടുങ്ങിപ്പോയതാണ്. ഞാൻ അവിടെ കണ്ടത് 3 വിഭാഗത്തെയാണ്. ഇല്ലാ ശുർതിയൻ ഗൽബാന, മുൻകോപികളായ പട്ടാളക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പാവപ്പെട്ട നിരപരാധികളെ ഉപദ്രവിക്കുന്ന പോലീസുകാർ. ഇപ്പുറത്തേക്ക് നോക്കിയാൽ വതാജിറൻ ലഹ്ഫാന, ആക്രാന്തം പിടിച്ച, ആർത്തി പിടിച്ച ഒരു വിഭാഗം ബിസിനസ്സുകാർ, കച്ചവടക്കാർ. ഔ ഖാരിഅൻ ഹൈറാന, ഈ വിഭാഗങ്ങൾക്കിടയിൽ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ ഹൈറാന, അവർ പരിഭ്രമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ, ആരെ ഉപദേശിക്കണമെന്നറിയാതെ, ഈ തിന്മയിൽ നിന്നെങ്ങനെ സമൂഹത്തെ രക്ഷപ്പെടുത്തുമെന്നറിയാതെ അവർ നട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാരുമാണ് അവിടെ ഉള്ളത്. മഹാനായ ഇബ്നുൽ മുബാറക് മക്കയിലേക്കുള്ള യാത്രാമധ്യേ, ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നും അല്ലല്ലോ, പായക്കപ്പലുണ്ട്, പക്ഷെ കരമാർഗമായിരുന്നു കൂടുതലും യാത്ര. മക്കയിലേക്കുള്ള യാത്രാമധ്യേ യാത്രാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 16 ദിവസം ബഗ്ദാദിൽ തങ്ങി. ചരിത്രത്തിൽ കാണാം. അവിടുന്ന് മക്കയിലേക്ക് യാത്ര തുടരുമ്പോ ഫകാന യതസദ്ദഖു ബി16 ദീനാറ ലികുല്ലി യൗമിൻ ദീനാറുൻ കഫാറത്തൻ ലിമഖാമിഹി. 16 ദിവസം അവിടെ യാത്രക്കിടയിൽ നിർബന്ധിത സാഹചര്യത്തിൽ ബഗ്ദാദിൽ തങ്ങേണ്ടി വന്നു. 16-ാം ദിവസം യാത്ര പുറപ്പെടുമ്പോ യതസദ്ദഖു ബി16 ദീനാറ, 16 സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്തിട്ടാ പോകുന്നത്. എന്തേ നിങ്ങൾ 16 കണക്കാക്കി കൊടുക്കുന്നത്? ഒന്നുമല്ല, കഫാറത്തല്ലി മഖാമിഹി, ഈ ദുഷിച്ച മേഖലയിൽ ഞാൻ 16 ദിവസം തങ്ങിയിട്ടുണ്ട്. അതിൽ വന്ന തെറ്റുകുറ്റങ്ങളും മോശം ചിന്തകളും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രായശ്ചിത്തമാകട്ടെ. എന്തിനപ്പോ ബഗ്ദാദിന്റെ പണ്ടത്തെ കഥ പറയുന്നത്? ഒരു പാഠമാകാൻ. പണ്ടത്തെ മോശപ്പെട്ട സാഹചര്യം കൂടുതലുണ്ടായിരുന്ന ബഗ്ദാദിനെ മഹാന്മാരായ ആളുകൾ എങ്ങനെ കണ്ടു, ആ നാട്ടിൽ എങ്ങനെ കഴിഞ്ഞു എന്ന് പഠിക്കുമ്പോ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെ കഴിയണം, എങ്ങനെയാണ് കഴിയേണ്ടത് എന്ന പാഠം പഠിക്കാൻ വേണ്ടിയാ. അല്ലാതെ ബഗ്ദാദിന്റെ കഥ, പണ്ടത്തെ കഥ കേട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 16 ദിർഹം ദീനാർ മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല സദഖ ചെയ്താണ് യാത്ര പുറപ്പെടുന്നത്. ജ്ഞാനികളിൽ ഒരുപാട് പ്രഗൽഭന്മാർ, ഒരുപാട് ഇമാമുകൾ അക്കാലത്തെ ആ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ബഗ്ദാദിനെ രൂക്ഷമായി വിമർശിക്കുകയും അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് ദുർബല മനസ്കരായ വിശ്വാസികളെ തടയുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഫിത്നയും നാശവും ഇറക്കിയപ്പോ അതിൽ 10ൽ 9 ബഗ്ദാദിൽ ഇറക്കിയത്. ബാക്കി ഒരു ഭാഗമാണ് മറ്റു ഭൂമിയിൽ എല്ലായിടത്തും അള്ളാഹു സപ്ലൈ ചെയ്ത്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ
ആ നാട്ടിൽ ഇതിന്റെ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ, അള്ളാഹു കിബിർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോറിയിൽ കിബിർ അള്ളാഹു ഇറക്കിയപ്പോ അതിൽ 90% ലോഡ് ഞങ്ങളെ നാട്ടിൽ ഇറക്കിയത്, ബാക്കിയുള്ള 10% കേരളത്തില്, ഇന്ത്യയിലും ലോകത്തെല്ലോടത്തും അള്ളാഹു വിതരണം ചെയ്തത്. 90% ഞങ്ങളെ നാട്ടിൽ. അതുകൊണ്ട് ഇവിടത്തെ വാഴ കിബിർ ആയിക്കോട്ടെ. ഇത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമായിരിക്കില്ല. ഈ സഹോദരൻ പറഞ്ഞതുപോലെ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാശം അല്ലാഹു ഇക്കാലത്തിറക്കിയ മൊത്തം നാശത്തിന്റെ 10/9 ഈ പ്രദേശത്താണ് ഇന്നുള്ളത്. ബാക്കി ഒരു ഭാഗം മാത്രമേ ഭൂമിയുടെ വിവിധ കോണുകളിലുള്ളൂ. അത്രയും ഇവിടത്തെ രംഗം മലീമാണ്, വൃത്തികെട്ടതാണെന്ന് കഅബ് റളിയല്ലാഹു അൻഹു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഹദീസ് പണ്ഡിതന്മാർ ഒരു അനുഭവം പറയുന്നുണ്ട്. പ്രസിദ്ധജ്ഞാനിയും ആരിഫുമായിരുന്ന ഫുലൈൽ ഇബ്നു ഇയാലിന്റെ ചാരത്ത് ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഇരിക്കുകയാണ്. ആര്? ഹദീസ് പണ്ഡിതന്മാർ, മുൻഗാമികളായ മുഹദ്ദിസുകൾ. അവരുടെ കൂട്ടത്തിലെ ലീഡറും ഏറ്റവും വലിയ ജ്ഞാനിയും മുത്തഖിയും മുഹിബ്ബുമായ ഫുലൈൽ ഇബ്നു ഇയാൽ തങ്ങളുടെ അരികിൽ വന്നിരിക്കുകയാണ്. ഇരുന്ന സമയത്ത് ഫജാഅഹു സൂഫിയുൻ, ഒരു ഔലിയ വേഷം കെട്ടിയ ആളങ്ങോട്ട് കയറി വന്നു. ഔലിയ വേഷം കെട്ടാനുള്ളതല്ലല്ലോ, അത് കെട്ടിയിട്ടുണ്ടാകുന്ന സാധനമല്ല. അങ്ങനെ ഔലിയാക്കൾക്ക് പ്രത്യേക ഒരു വേഷമില്ല. സൂഫി എന്ന ആ പദപ്രയോഗം വന്നത് എങ്ങനെയാ? ഏറ്റവും വില കുറഞ്ഞ, നിലവാരം കുറഞ്ഞ സൂഫ് രോമവസ്ത്രങ്ങളായിരുന്നു അത്രേ ഭൗതിക വിരക്തിയുള്ള അക്കാലത്തുള്ള ജ്ഞാനികൾ അണിഞ്ഞിരുന്നത്. സൂഫി എന്ന പ്രയോഗം, അതിന് രണ്ടർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. സൂഫ് രോമവസ്ത്രം ഏറ്റവും കുറഞ്ഞ സാധന, ഏറ്റവും വില കുറഞ്ഞ സാധന. അതണിഞ്ഞ് മുന്തിയ സാധനങ്ങളെല്ലാം ഒഴിവാക്കി കഴിയുന്ന വിഭാഗം, അല്ലെങ്കിൽ തെളിഞ്ഞു എന്ന അർത്ഥത്തിൽ നിന്ന് തസവുഫ്, അതിൽ നിന്ന് വന്ന സൂഫി, മനസ്സ് തെളിഞ്ഞ, ഹൃദയം തെളിഞ്ഞ ആള്, രണ്ടർത്ഥവും പറയുന്നുണ്ട്. ഏതായാലും വേഷവിധാനത്തിലല്ല അള്ളാഹുവിന്റെ ആരിഫുകൾ അറിയപ്പെടുക. ഈ മനുഷ്യൻ വേഷം കെട്ടിയിട്ട് ഫുലൈൽ ഇബ്നു ഇയാദിന്റെ സദസ്സിൽ വന്ന് കേറി സലാം പറഞ്ഞ് ഫഅജ്ലസഹു ഇലാ ജാനിബിഹി, ആഗതൻ ആരായാലും ബഹുമാനിക്കണം. അതാണ് മാന്യതയുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം, അല്ലേ? അങ്ങനെ അകത്തേക്ക് വിളിച്ചു വരുത്തി, തൊട്ടടുത്ത് ഇരുത്തി, മുഖത്തേക്ക് നോക്കി സംസാരിച്ചു തുടങ്ങുകയാണ്. ഐന തസ്കുനു, അല്ല എവിടെ ഇപ്പൊ നമ്മുടെ നാട് മനസ്സിലായില്ലല്ലോ, എവിടെ ഇപ്പൊ താമസിക്കുന്നത്? ഫഖാല ബഗ്ദാദ്. വന്ന ഔലിയാവേഷം കെട്ടിയ ആള് ഫുലൈൽ തങ്ങളോട് പറഞ്ഞു, എന്റെ നാട് ബഗ്ദാദാണ്. ഇത് കേൾക്കേണ്ട താമസം. മുഖം തിരിച്ചിട്ട് പറഞ്ഞു, ബഗ്ദാദിൽ നിന്ന് ചില ആളുകൾ നമ്മുടെ അരികിലേക്ക് വരുന്നു. നല്ല വേഷ, മദീനക്കാരന്റെ വേഷാണ് ഇട്ടിട്ടുള്ളത്. എവിടെ ചങ്ങാതി നാട്, എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ അക്രമികളുടെ കൂട്ടിലാണ്, അക്രമികളുടെ തട്ടകത്തിലാണ് ഞാൻ കഴിയുന്നതെന്ന് പറയുകയും, അവരുടെ വേഷമാണെങ്കിൽ ഇത്തരത്തിലുള്ള വേഷം. എന്താണിത്? ബിശ്ർ ഇബ്നുൽ ഹാരിസ് പറയുന്നുണ്ട് മറ്റൊരു സംഭവം. അക്കാലത്തുള്ള ബഗ്ദാദിന്റെ അവസ്ഥ കണ്ടിട്ട്, നീ അവിടെ നന്നായി ജീവിച്ചാ പോരെ, അവിടെ നന്നായിട്ട് ഇബാദത്ത് ചെയ്താ പോരെ എന്നൊരു ചോദ്യം. മിസാലുൽ മുതഅബ്ബിദി ബി ബഗ്ദാദ്, മിസാലുൽ മുതഅബ്ബിദി ബി ബഗ്ദാദ്. അക്കാലത്തെ മോശം സാഹചര്യങ്ങൾ നിറഞ്ഞ, കുറ്റവാളികൾ നിറഞ്ഞ, തെമ്മാടിത്തരങ്ങൾ അധികരിച്ച ബഗ്ദാദിൽ ഒരാൾ ഇബാദത്ത് ചെയ്ത് നല്ല ഭക്തനാകാൻ ശ്രമിച്ചാൽ മിസാലുൽ മുതഅബ്ബിദി ഫിൽ ഖലാ, കക്കൂസിൽ നിന്ന് ആരാധന നടത്തി അമല് പെരുപ്പിക്കുന്ന ആളെ പോലെ ആയിരിക്കും അത്. എന്ന് വെച്ചാൽ ദുർബല മനസ്കർ മോശം സാഹചര്യത്തിൽ ആരാധന നടത്തിയാൽ ആ ആരാധനയുടെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടെങ്കിലും ക്വാളിറ്റി കുറഞ്ഞു പോകും. കാരണം അവന് ഏകാഗ്രതയും മനസ്സാന്നിധ്യവും ഹുദൂറുൽ ഖൽബും ഖുശൂഉൽ ഖൽബും ഒരിക്കലും ഉണ്ടാവുകയില്ല, ഇഖ്ലാസ് ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് ഈ വിഷയം അവസാനിക്കും. ഉടനെ അവസാനിച്ചാൽ നമുക്ക് ഇനി സംസാരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് അന്നിയ്യത്തു വൽ ഇഖ്ലാസ്, അതായിക്കോട്ടെ. അന്നിയ്യത്തു വൽ ഇഖ്ലാസ്, നല്ല ലക്ഷ്യം, ആത്മാർത്ഥത. അതെന്താ? അത് നന്നായിട്ട് പഠിക്കേണ്ട. ഈ മഹബത്ത് പഠിച്ചതുപോലെ അതിലേറെ പരന്ന പഠനം അത്യാവശ്യമുള്ള ഒരു വിഷയമാണ് അന്നിയ്യത്തു വൽ ഇഖ്ലാസ്. അതാണ് പ്രധാനം.
അതാണ് പ്രധാനം. അമലുകളുടെ വീര്യം അതാണ്, അമലിന്റെ ജീവാത്മാവ് അതാണ്. അതില്ലെങ്കിൽ അമലുകൾ വെറും ജഡമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തുമ്പോ നമുക്ക് ആ വിഷയം നമുക്ക് വിശദമായി തന്നെ പറയാം. ഖലാഇൽ കക്കൂസിൽ നിന്നൊരാള് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ ധാരാളം കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് പോലെയാണ് ബഗ്ദാദിൽ പോയി ഒരാൾ ഇബാദത്ത് നടത്താൻ ശ്രമിക്കുന്നതെന്ന് ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി. എന്തിനാ? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് കുറച്ചു നാൾ അവിടെ തങ്ങേണ്ടി വന്നു. മഹാൻ പറയാണ്, ഞാൻ എൻ്റെ മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടും ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനിവിടുന്ന് തടി തപ്പും, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും. ഇവിടെ തങ്ങാൻ പറ്റിയ ഒരു നല്ല മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ലെന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എന്തിനാ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്? എന്തിനാ പറയുന്നത്? കരുത്തില്ലാത്ത ഈമാനാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്. മഹബത്താണെങ്കിൽ പേരിനു മാത്രമാണ് നമ്മിലുള്ളത്, നമ്മുടെ ഖൽബിലുള്ളത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം പ്രതികൂലമായ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് പാപികളായ ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വിശുദ്ധിക്ക് അനിവാര്യമായത് പ്രതികൂല സാഹചര്യങ്ങൾ അതിൽ വഴുതി വീഴുമെന്ന് കണ്ടാൽ അങ്ങോട്ട് തന്നെ പോകാതിരിക്കലാണ് ഉത്തമം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മുമ്പാകെ പടച്ചവനെ, എന്റെ സാഹചര്യം മോശമായിരുന്നു, എന്റെ നാട്ടിലെ ചുറ്റുപാട് വളരെ വഷളൻ ചുറ്റുപാടായിരുന്നു, അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഞാൻ തെറ്റിപ്പോയതാണ്, പിഴച്ചുപോയതാണെന്ന് റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു തആല ആ ഉദ്ർ സ്വീകരിക്കുകയില്ല, ആ കാരണം അവൻ അംഗീകരിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ. പടച്ചോനെ, എന്റെ വീട്ടിലെ സാഹചര്യം, എന്റെ കച്ചവടത്തിന്റെ മേഖലയും എന്റെ നാട്ടിലെ ചുറ്റുപാടും ഒക്കെ അങ്ങനെ ആയിപ്പോയി, സാഹചര്യം എന്നെ തെറ്റിച്ചു പടച്ചോനെ എന്ന് റബ്ബിനോട് പറഞ്ഞാൽ അതൊരു കാരണമായി റബ്ബ് തആല സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൻ നിസാഇന്റെ 97, 98 ആയത്തുകൾ എടുത്തൊന്ന് നോക്കൂ. മരിക്കുന്ന നേരത്ത് അള്ളാന്റെ അടുത്ത് മാത്രല്ല, മരണാസന്നരായ ആളുകളോട് മലക്കുകൾ ചോദിക്കും. റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ ചോദിക്കും, എന്ത് പറ്റി ചങ്ങാതിമാരെ നിങ്ങൾക്ക്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഏത് സാഹചര്യമാണ് നിങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞത്? ആരാ ചോദിക്കുന്നത്? റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ. ഒരു മലക്കാവൂല. അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നല്ല മനുഷ്യനാന്റെ റൂഹ് പിടിക്കാനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളും, മോശപ്പെട്ട വ്യക്തിയുടെ റൂഹ് പിടിക്കാനാണെങ്കിൽ അദാബിന്റെ മലക്കുകളും ഒരു സംഘം തന്നെ ഉണ്ടാകും. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം. സ്വന്തത്തോടക്രമം പ്രവർത്തിച്ച, താന്തോന്നികളായി ജീവിച്ച, റബ്ബിനെ കുറിച്ച് വിചാരമില്ലാതെ കഴിഞ്ഞ, അവന്റെ നിയമവ്യവസ്ഥിതികൾ പാലിക്കാതെ ജീവിച്ച മനുഷ്യന്മാർ, അതേ സ്വന്തത്തോടു തന്നെ അക്രമം പ്രവർത്തിച്ചവരാണവർ. അവരുടെ ആത്മാക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ മലക്കുകൾ വരുന്ന സമയത്ത് ഖാലൂ ഫീമ കുൻതും, എവിടെയായിരുന്നു നിങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുഴപ്പം പറ്റിയത് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോ, റൂഹ് പിടിക്കപ്പെടുന്ന, മരണം മുന്നിലെത്തിയ മനുഷ്യന്മാർ പറയുന്നത് ഖാലൂ കുന്നാ മുസ്തൽഅഫീന ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു, ഭൂമിയിൽ കഴിവില്ലാത്തവരായിരുന്നു, ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു, ഞങ്ങളുടെ അവസരങ്ങളെല്ലാം മോശപ്പെട്ടതായിരുന്നു, ഞങ്ങളെ അടക്കി ഭരിച്ചിരുന്നതും വാണിരുന്നതും അക്രമികളായിരുന്നു. ആ അക്രമത്തിന്റെ കീഴിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാകാതെ, ആ സാഹചര്യങ്ങൾ വകഞ്ഞു മാറ്റി ജീവിക്കാൻ സാധിക്കാതെ ഭൂമിയിൽ ദുർബലരായി കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഞങ്ങളെ സാഹചര്യങ്ങൾ മോശമായിരുന്നു. അവിടുന്ന് പിടിച്ചു നിൽക്കാനുള്ള ഖുവ്വത്ത്, ശക്തി ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ മുസ്തദഅഫീങ്ങളാണ്, ബലഹീനരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടതാണ്, ആ സാഹചര്യത്തിൽ ഞങ്ങൾ വീണുപോയതാണ് എന്ന് മരിക്കാൻ പോണ മനുഷ്യൻ പറയുമ്പോ, ഖാലൂ
അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ. അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? പ്രവിശാലമായ ഭൂമി നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നില്ലേ? ഫതുഹാജിറു ഫീഹാ, അങ്ങോട്ട് പലായനം ചെയ്യാമായിരുന്നില്ലേ? അങ്ങോട്ട് രക്ഷപ്പെടാമായിരുന്നില്ലേ? എന്തിനെ മോശം സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ ജീവിച്ചത്? ഉരുണ്ട ഭൂമി, വിശാലമായ ഭൂമി അല്ലാഹു ഒരുക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഉദ്ർ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്നിട്ട് റബ്ബ് പറയുന്നു, ഫഉലൈക മഅവാഹും ജഹന്നം വസാഅത് മസീറാ. ഈ വിഭാഗത്തിന്റെ അഭയകേന്ദ്രം മഅ്വ ജഹന്നമാകുന്നു, കത്തിയാളുന്ന നരകാഗ്നിയാകുന്നു. വളരെ മോശം സങ്കേതമാണ് ജഹന്നം അല്ലാഹു പറയാ. എന്നാൽ ചില ആളുകൾക്ക് ഇളവ് കിട്ടും. എന്ന് വെച്ചാല് ഒരു ഭാര്യ ദുസ്വഭാവിയായ, ഇപ്പൊ നാട് വിട്ട് ഹിജറ പോണ കഥ അങ്ങനെ മാത്രം മനസ്സിലാക്കരുത്. ഒരു പെരുമ്പാവൂര് മോശാണ്, അതുകൊണ്ട് ഇനിയിപ്പോ എങ്ങോട്ട് പോവുക, പൊന്നാനി പോവുക, അങ്ങനെയല്ല. നാട് എന്ന് മാത്രമല്ല, വീടും. ഒരു പാവപ്പെട്ട പെണ്ണ് ദുസ്വഭാവിയും തെമ്മാടിയുമായ ഭർത്താവിന്റെ കസ്റ്റഡിയിൽ കഴിയാണ്, അല്ലെ? അവളെ സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്, തിന്മക്ക് സഹായകമാണ്, തെമ്മാടിത്തരങ്ങൾക്ക് അനുകൂലമാണ്. കള്ളുകുടിയനായ ഭർത്താവിനെ സഹിച്ചു കഴിയുന്ന ഈ ഭാര്യ നന്നാക്കാൻ നോക്കിയിട്ട് നന്നായില്ല. ചില സമയത്ത് അവൾ പെട്ടുപോകും ആ അക്രമിയുടെ മുന്നിൽ. ചില അപരാധങ്ങൾ മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ചെയ്യേണ്ടി വരും. അവൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? പറ്റാത്ത സാഹചര്യം ഉണ്ടാവും, പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. പറ്റാത്ത സാഹചര്യങ്ങളിൽ അവൾ നിർബന്ധത്തിന് വിധേയയായി ഇവന്റെ ബലാത്കാരത്തിനടിമപ്പെട്ട് അവളിൽ നിന്ന് വല്ല കുറ്റവും വന്നാൽ തന്നെ റബ്ബ് തആല തുടർന്ന് പറയുന്നു, ഇല്ലൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ ലാ യസ്തതിയൂന ഹീലതൻ വലാ യഹ്തദൂന സബീലാ. ഇല്ലൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാനി. എല്ലാ നിലയിലും ദുർബലരായ വൃദ്ധന്മാരായ പുരുഷന്മാർ, അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ സാഹചര്യം പുറത്തു പോകാനോ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, ഇങ്ങനത്തെ ആളുകൾ മോശം സാഹചര്യത്തിൽപ്പെട്ട് തിന്മയുടെ കുറ്റങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും. അവർക്ക് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ എന്ന നിലയിൽ അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കും. പരിശുദ്ധ ഖുർആൻ. എന്നാ തന്നെ ഈ ദുർബലരായ ആളുകൾ, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ള ഭാര്യ, പെണ്ണ്, അവൾ അവിടെ കഴിയേണ്ടത് എങ്ങനെ? മോശപ്പെട്ട നാട്ടിൽ, പീഡിതരായി അക്രമികളുടെ നാട്ടിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ. പടച്ചോനെ, ഈ വീട്ടിലെ ചുറ്റുപാട് മോശമാണ് പടച്ചോനെ, ഞാൻ പെട്ടുപോകുന്നു. ഈ നാട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് റബ്ബേ, അതുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം താ എന്ന് വേദനിക്കുന്ന മനസ്സോടുകൂടെ പറഞ്ഞിട്ട് വേണം. ഈ ഭാര്യ കള്ളുകുടിയനായ ഭർത്താവിനെ കുറെ സഹിച്ചു, കുറെ നന്നാക്കാൻ നോക്കി, നടക്കൂലെന്ന് കണ്ടപ്പോ തുളിക്കുന്ന വഴിക്ക് പോകാതിരുന്ന പോകുന്ന വഴിക്ക് തുളിക്കുക എന്ന് പറഞ്ഞതുപോലെ, എന്നാ പിന്നെ ഈ ചങ്ങായിക്കാണ് വഴിപ്പെട്ട് കൊടുക്കുക. അപ്പൊ അവള് കുറ്റക്കാരിയാവും. ഇവളെ മനസ്സുകൊണ്ട് ഇവൾ പ്രാർത്ഥിക്കണം. എങ്ങനെ? പടച്ചോനെ, ഞാൻ പെട്ടു, പല കുറ്റവും ഞാൻ നിർബന്ധത്തിന് വിധേയയായി ചെയ്തു. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ. അത്തരം സാഹചര്യങ്ങളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ, ഖൽബിൽ ഈമാനുള്ള ആളുകൾ ദുആ ചെയ്യുമെന്ന് ഖുർആൻ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇതിപ്പോ എന്താ പറയാൻ കാരണം? നമ്മുടെ വീടോ, നമ്മുടെ നഗരമോ, നമ്മുടെ പട്ടണമോ, നമ്മുടെ നാടോ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത തെമ്മാടിത്തരങ്ങൾ വർദ്ധിച്ചതായി ഞാനും നിങ്ങളും കാണുകയാണെങ്കിൽ,
കാണുകയാണെങ്കിൽ എന്ത് വേണം? അത് തുടച്ചു നീക്കാനും മാറ്റാനുമുള്ള പരിശ്രമം കഴിവുള്ളവന് വേണം. എന്നിട്ടും അത് നിൽക്കുന്നില്ല. അത് പൂർവാധികം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു മുന്നറിയിപ്പ് നൽകി. സൂറത്തുൽ അൻഫാലിൽ കാണാ, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അറിയണം, ഇത് എനിക്കും നിങ്ങൾക്കും എന്നും അള്ളാന്റെ മുന്നറിയിപ്പാണ്. ഇത് പേടിക്കേണ്ട ആയത്താണ്. പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധിയും പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. മഴക്കാലം വന്നു, ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഉണർന്നു അല്ലേ? സഹായം നൽകാനുള്ള ഓഫീസ് തുറന്നു, ടെലിഫോൺ നമ്പറൊക്കെ പത്രങ്ങളിൽ പരസ്യം ചെയ്തു. ഇപ്പൊ വരും സോക്കട്, പ്രളയം വരും, മരണം വരും, കൃഷിനാശം വരും, ഒക്കെ വരും. ഇതൊക്കെ അള്ളാന്റെ അടുത്ത് നിന്നുണ്ടാകണ. പടച്ചോൻ എന്താ പറഞ്ഞറിയോ? വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. നല്ല മനുഷ്യന്മാരെ, നിങ്ങളും പേടിക്കണം. എന്ത്? വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഭയപ്പെടണം. ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങളിലുള്ള തെമ്മാടികളെ മാത്രമല്ല ബാധിക്കുക, നിങ്ങളിലുള്ള അക്രമികളെ, നിങ്ങളിലുള്ള തെമ്മാടികളെ മാത്രമല്ല എന്റെ ഫിത്ന പിടികൂടുക. അവർക്ക് മാത്രമായിരിക്കില്ല വരിക. എന്റെ ഫിത്ന വരാൻ തുടങ്ങിയാല്, എന്റെ ഭാഗത്ത് നിന്നുള്ള അദാബ് ഇറങ്ങാൻ തുടങ്ങിയാല്, ആ ജനങ്ങളിലെ തമ്മാടികളെ മാത്രം പിടിച്ച് തെരഞ്ഞ് അവരുടെ തലക്ക് മുകളിൽ മാത്രമല്ല ഞാൻ ഫിത്ന ഇറക്കുക, നാശമിറക്കുക. നിങ്ങൾ പേടിക്കണം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. അവരെ മാത്രല്ല പിടിക്കുക, പിന്നെ നിരപരാധികളായ നിങ്ങളെയും പിടിക്കും. അല്ലാഹ് പറയാ, അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരമാവധി മാറി നിൽക്കുക. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. പടച്ചോനെ, വഅലമൂ, നിങ്ങൾ കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് കേട്ട് അറിയണം. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ പ്രഹരം, അല്ലാഹുവിന്റെ അടി, അല്ലാഹുവിന്റെ ശിക്ഷ കനത്തതായിരിക്കും, ശദീദായിരിക്കും, അതിശക്തമായിരിക്കും. അല്ലാഹു പറയാണ് ഖുർആനിൽ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട മേഖലയാണ്, ഉണർന്ന് ചിന്തിക്കേണ്ട മേഖലയാണ്. പറഞ്ഞു വന്നതെന്താ? മോശം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ചാണ്. മുഹിബ്ബീങ്ങളായ ആളുകൾ മാറി നിന്നു. അവർ അല്ലാഹുവിനെ നോക്കി, അല്ലാഹുവിനെ മനസ്സ് നിറയെ അവർ റബ്ബിന്റെ മഹബ്ബത്ത് നിറച്ചു. അവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല, അവർക്ക് മറ്റൊരു ചിന്തയില്ല, അവർക്ക് മറ്റൊരു അപേക്ഷയില്ല, അവർക്ക് മറ്റൊരു പ്രാർത്ഥനയില്ല. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ഏറ്റവും ടോപ്പ് പ്രാർത്ഥന ഏതാ? അൽഹംദുലില്ലാ. ഏതവസ്ഥയിൽ? ഏതവസ്ഥയിലും, ഏതവസ്ഥയിൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാ. അതാണ്, അതിന്റെ മുകളിൽ ഒരു പ്രാർത്ഥനയില്ല. നിങ്ങൾക്കറിയോ, ജ്ഞാനികൾക്കിടയിൽ ഒരു വലിയ ചർച്ച നടന്നു, പണ്ഡിതന്മാർക്കിടയിൽ. ഇച്ചിരി ഗഹനമായ വിഷയമാണ്. ഇത് പഠിച്ച് ഖൽബിൽ കയറിയ ഒരു സുഖം കിട്ടും. എന്ത് സുഖം കിട്ടും? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരു വെളിച്ചം കിട്ടും. അതിനു വേണ്ടിയാ ഈ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ജ്ഞാനികൾ ഒരു ചർച്ച നടത്തി 3 വിഭാഗത്തെ കുറിച്ച്. ഒരാൾ മരണമാശിച്ചു, മരണം ആഗ്രഹിച്ചു. എന്തിന്? എത്രയും പെട്ടെന്ന് മെഹബൂബായ റബ്ബിന്റെ സവിധത്തിലെത്താൻ ഒരാൾ മരണം കൊതിച്ചു. പഠിച്ചോനെ, മരിക്കണം, എന്നാലാണല്ലോ നിന്നെ കാണാൻ പറ്റുക. കാമുകിയെ കാണാൻ കാമുകൻ എന്ത് വേണം? അവളുടെ സവിധത്തിലെത്തണം. അള്ളാന്റെ സവിധത്തിൽ എപ്പോഴാ ഒരാൾ എത്തുക? മരണമെന്ന കവാടം കടക്കുമ്പോഴാണ് പടച്ചവന്റെ സന്നിധിയിലെത്തുക. അതുകൊണ്ട് റബ്ബിനെ കാണാനുള്ള കൊതിയാൽ, റബ്ബിനോടുള്ള ഇഷ്ഖ് മൂത്തതിനാൽ ഒരു വിഭാഗം മരണം കൊതിച്ചു. മറ്റൊരു വിഭാഗമോ ദീർഘായുസ് കൊതിച്ചു. എന്തിനാ അവർ ദീർഘായുസ് കൊതിച്ചത്? പരമാവധി റബ്ബിനെ ഇബാദത്ത് ചെയ്ത് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാം. അവർ ദീർഘായുസ് കൊതിച്ചു. വേറൊരു വിഭാഗം ഒന്നും കൊതിച്ചില്ല, ഒന്നും കൊതിച്ചില്ല. ഇതിൽ ആരാ ഏറ്റവും ഉന്നതർ? ഇതിൽ ആരാണ് ഏറ്റവും വലിയ മുഹിബ്? ഇതിൽ ആരാണ് ഏറ്റവും അല്ലാഹുവിന് പ്രിയങ്കരൻ?
ചർച്ച വന്നു. വഖ്തലഫൽ ഉലമാഉ ഫിൽ അഫ്ളലി മിൻ അഹ്ലിൽ മഖാമാത്തി സലാസ്. 3 ഗ്രൂപ്പിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് ഏത് എന്ന വിഷയത്തിലാണ് ജ്ഞാനികൾ ചർച്ച ചെയ്തത്. റജുലുൻ യുഹിബ്ബുൽ മൗത ശൗഖൻ ഇലാ ലിഖാഇല്ലാഹി തആല. ഒരു വിഭാഗം പടച്ചവനെ കണ്ടുമുട്ടാൻ കൊതിച്ചിട്ട് മരണം ആഗ്രഹിച്ചു. വറജുലുൻ യുഹിബ്ബുൽ ബഖാഅ ലിഖിദ്മത്തിൽ മൗലാ. യജമാനനായ റബ്ബിന് ഖിദ്മത്ത് ചെയ്യാൻ, അല്ലാഹുവിന് സേവനം ചെയ്യാൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാൻ ദീർഘായുസ് കൊതിച്ചു വേറെ ഒരു ഗ്രൂപ്പ്. ഒരു വിഭാഗം മരണം കൊതിച്ചു. എന്തിന്? പെട്ടെന്ന് അല്ലാഹുവിന്റെ അടുത്ത് എത്താൻ. വേറൊരു വിഭാഗം എന്ത് കൊതിച്ചു? ദീർഘായുസ് കൊതിച്ചു. എന്തിന്? പരമാവധി നന്മകൾ അധികരിപ്പിക്കാൻ. എന്നാൽ വറജുലുൻ ഖാല, മൂന്നാമതൊരു വിഭാഗം അവർ പറഞ്ഞു, ലാ അഖ്താറു ശൈആ, ഞാൻ ജീവിതം ആഗ്രഹിക്കുന്നില്ല, ഞാൻ മരണവും ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ബൽ അർലാ ബിമഖ്താറഹുല്ലാ, അല്ലാഹ് എന്റെ കാര്യത്തിൽ എന്താണോ നടപടി എടുക്കുന്നത്, ദീർഘായുസാണോ, ഓക്കെ, ഞാൻ അതിൽ സന്തുഷ്ടനാ. മരണാണോ പെട്ടെന്ന്, ഞാൻ അതിൽ സന്തുഷ്ടനാ. ഈ 3 ഗ്രൂപ്പിൽ ഇതിലേതാ ഉന്നതർ? ചർച്ച വന്നു. അക്കാലത്തുള്ള വലിയ പണ്ഡിതന്റെ മുന്നിൽ ഈ ചോദ്യമെത്തി. ഒന്നും ആഗ്രഹിക്കാതെ പടച്ചവൻ അവന്റെ കാര്യം മുഴുവൻ പടച്ചവനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യരുണ്ടല്ലോ, അവരാണ് അല്ലാഹുവിന് പ്രിയങ്കരായ ആളുകൾ. അവരാണ് ലോകത്തെ ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ. ചരിത്രത്തിൽ കാണാം, ഉഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാഹ്, സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്, യൂസുഫ് ഇബ്നുൽ അസ്ബാത്ത് റഹിമഹുല്ലാഹ്, 3 പേരും അക്കാലത്തെ മഹാപണ്ഡിതന്മാരാണ്. 3 പേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഇവരില് മഹാനായ സുഫിയാനു സൗരി പറഞ്ഞു, കുൻതു അക്റഹുൽ മൗത ഖബ്ലൽ യൗം അൽയൗമ വദിത്തു അന്നീ മിത്തു. ഞാന് ഇന്ന് വരെ, ഈ ദിവസം, ഈ സമയം വരെ മരണത്തിനെ വെറുത്തിരുന്നു. എനിക്ക് മരണം ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അൽയൗമ വദിത്തു അന്നീ മിത്തു, ഞാൻ ഇപ്പോൾ തന്നെ കൊതിക്കാണ് പെട്ടെന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ആരായി പറയുന്നത്? സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. മുസ്ലിം ലോകത്ത് ആ മഹാനുഭാവനെ അറിയാത്തവരാരുമില്ല. ഹദീസിലും ചരിത്രത്തിലും തസവുഫിലും നിറഞ്ഞു നിൽക്കുന്ന മഹാജ്ഞാനി. എന്താ പറയുന്നത്? ഈ സമയം വരെ ഞാൻ മരണം വെറുത്തിരുന്നു, എന്നാൽ ഇപ്പൊ പെട്ടെന്ന് മരിക്കണം എന്നാ എനിക്ക് കൊതി. 3 ആളാണല്ലോ കൂടിയത്. യൂസുഫ് ഇബ്നുൽ അസ്ബാത്ത് ചോദിച്ചു, ലിമ, എന്തേ പെട്ടെന്ന് ഇങ്ങനെ മരണം കൊതിക്കാൻ കാരണം? ഖാല ലിമാ അതഖവ്വഫു മിനൽ ഫിത്ന. മറ്റൊന്നുമല്ല, സാഹചര്യം ഒക്കെ മോശമാണ്, ഫിത്ന വർദ്ധിക്കുകയാണ്, ജീവിതത്തിൽ തിന്മകൾ കടന്നു വരികയാണ്, അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരിച്ചാല് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു കിട്ടുമല്ലോ. എന്തപ്പോ കുറെ ജീവിച്ചിട്ട് കാര്യം, ഈ തിന്മ ഭാരം കൂട്ടുക എന്നല്ലാതെ. അതുകൊണ്ട് പെട്ടെന്ന് പോവുക നല്ലത്. അപ്പൊ യൂസുഫ് ഇബ്നുൽ അസ്ബാത്ത് ഇത് കേട്ടിട്ട് പറഞ്ഞു, ഫഖാല ലാകിന്നി ലാ അക്റഹു തൂലൽ ബഖാ, ദീർഘായുസ് ഞാൻ ഒരിക്കലും വെറുക്കൂല, പെട്ടെന്ന് മരിക്കാൻ ഞാൻ ആശിക്കൂല. രണ്ടാമത്തെ ജ്ഞാനി. അപ്പൊ സുഫിയാനു സൗരി പെട്ടെന്ന് മരണം ആശിച്ച സൗരി റഹിമഹുല്ലാഹ് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ദീർഘായുസിനോട് ഇത്ര ആഗ്രഹം? ലഅല്ലി ഉസാദിഫു യൗമൻ അതൂബു ഫീഹി വഅഅമലു സാലിഹാ. അല്ലാഹു നീണ്ട ആയുസ്സും അവസരവും എനിക്ക് തന്നാൽ അതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലെ, ഏതെങ്കിലും ഒരു മണിക്കൂറിലെ, ഏതെങ്കിലും ഒരു മിനിറ്റിൽ എനിക്ക് തൗബ ചെയ്യാനും പടച്ചവൻ കബൂലാക്കുന്ന ഒരു പണി ചെയ്യാനും സാധിച്ചാൽ അത് വലിയ നേട്ടമല്ലേ? അതുകൊണ്ട് ഞാൻ ദീർഘായുസ് കൊതിക്കുന്നു. 2 ആളും തീരുമാനം പറഞ്ഞു. ഉഹൈബ് ഇബ്നുൽ വർദ് എന്ന മഹാജ്ഞാനി മിണ്ടാതിരിക്കുക. അപ്പൊ മറ്റുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇതിൽ പറയാനുള്ളത്? നിങ്ങൾക്കെന്താ? ഒരാൾ പെട്ടെന്ന് മരണം കൊതിച്ചു, ഒരാൾ ദീർഘായുസും കൊതിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഫഖാല ഉഹൈബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ അഖ്താറു ശൈആ, ഞാൻ ദീർഘായുസ് കൊതിക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ പെട്ടെന്നുള്ള മരണവും കൊതിക്കുന്നില്ല. എന്റെ കാര്യത്തിൽ ഖൈറായതേ റബ്ബ് വിധിക്കൂ, അത് പടച്ചവൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ നിന്നു കൊടുക്കും. ഇത് കേട്ടപ്പോ ഫഖബ്ബലഹു ബൈന ഐനൈഹി സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്. ഇത് കേട്ട സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് മഹാനായ ഉഹൈബ് തങ്ങളുടെ 2 കണ്ണുകൾക്കിടയിൽ
ഇടയിൽ ചുംബിച്ചു പറഞ്ഞു വറൂഹാനിയത്തുൻ വറബ്ബിൽ കഅബ, കഅബയുടെ നാഥനാണ് സത്യം. പടച്ചോന്റെ സാമീപ്യം കിട്ടിയ ആൾ നിങ്ങളാണ്, ഞങ്ങളൊന്നുമല്ല. നമ്മളിപ്പോ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ ഒരു രോഗി വല്ലാതെ ബുദ്ധിമുട്ടി കിടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പടച്ചോനെ ഹൈറാണെങ്കിൽ മരിപ്പിക്കുന്നുള്ളൂന്നൊക്കെ വിട്ടിട്ട് കൊണ്ടുപോകും റബ്ബേ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ടും കൊണ്ടുപോകാതിരിക്കുമ്പോ അസ്രായീലിന് ഒരു റിഹേഴ്സൽ, എന്താ റിഹേഴ്സല്? ഒരു കന്നാലിനെ പിടിച്ചിട്ടൊന്ന് കശാപ്പ് നടത്തിയിട്ട് റിഹേഴ്സൽ നടത്തി വെക്കുന്നുണ്ട്. തെറ്റല്ലട്ടോ, നല്ലതന്നെ. സ്വതക്ക എന്തിന്റെ പേരിൽ സ്വതക്ക ചെയ്താലും സ്വതക്ക നല്ലതാണ്, തെറ്റ് എന്നുള്ള നിലക്കല്ല. ചില ആളുകൾ അങ്ങനെയാ മനസ്സിലാക്കിയത്. ഈ ഉമ്മാനെ കൊണ്ട് കുടുങ്ങിയാലോ, ഇത് കിടന്നു മുള്ളാൻ തുടങ്ങിയാലോ, ഇത് പോകാനൊന്നും ആയിട്ടില്ല, എന്നിട്ട് കന്നാലിനെ 3 പിടിച്ച് കശാപ്പ് ചെയ്തു. നല്ല കാര്യം, സ്വതക്ക ചെയ്യുന്ന, ഇറച്ചി ദാനം ചെയ്യുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ നീ അങ്ങനെ തിരക്കൊന്നും കൂട്ടണ്ട. നിനക്ക് ഈ ഉമ്മാനെ കൊണ്ട് അള്ളാഹു ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന് മുള്ളിയിട്ട് അത് വൃത്തിയാക്കാനുള്ള ചാൻസ് അള്ളാഹു നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതീന്ന് ഒളിച്ചോടൊന്നും വേണ്ട. അത്ര നല്ല കാര്യമൊന്നുമല്ല. വിധിയിലുള്ള പൊരുത്തം പറയുമ്പോ ഒക്കെ പറയണ്ടേ അല്ലേ? മുഹബ്ബീങ്ങൾ എത്തിയോടത്തൊന്നും ഞാനും നിങ്ങൾ എത്തിയില്ലെങ്കിലോ അവരെല്ലാം സഞ്ചരിച്ച മേഖലയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ മിനിമം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ജ്ഞാനികളുടെ മേഖലയിൽ എത്താത്ത നമ്മെ അവരോടുള്ള സ്നേഹത്തിന്റെ പിൻബലത്തിൽ അവരോടൊപ്പം നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. This program sponsored by മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.